ഇവിടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാൻ. ഷുഗർ പേടിയുള്ളവർ ഇതിപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ടാട്ടോ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിലിതുപോലെ ബട്ടർ എല്ലാ ഭാഗത്തേക്കും ഒരു ഭാഗത്ത് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സൈഡിലും ആ ഭാഗത്തുള്ള ബട്ടർ ആയിക്കോളും. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വീണ്ടും ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ താഴ്ഭാഗത്തും ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 സെറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ 3 ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം വേണ്ടാത്തവർക്ക് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മധുരം ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട കേട്ടോ, നമ്മുടെ മധുരത്തിനനുസരിച്ച് പാകത്തിന് അത് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓരോ സെറ്റ് ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി അതൊന്ന് കാരമലായിട്ട് ഈ ഒരു ബ്രെഡിലേക്ക് കോട്ടായിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ 3 വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഒരു ഭാഗം ഇങ്ങനെ ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഈ ഒരു സൈഡിലും കുറച്ചൊന്ന് പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ 2 ബ്രെഡും ഒരുമിച്ച് അങ്ങ് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കൊക്കെ താഴ്ഭാഗം നന്നായിട്ട് തന്നെ ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർക്കാതെയാണ് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പാൽ, ഒരു 1/2 കപ്പൊക്കെ മതി കേട്ടോ. ഒരുപാട് പാലൊഴിച്ച് ഒരുപാട് അങ്ങ് സോഫ്റ്റായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ഒരു 1/2 കപ്പോളം പാൽ 3ലേക്കും കൂടി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് 3നും അങ്ങ് സോക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ പാലൊന്ന് ഒരു ഭാഗം ഇങ്ങനെ വറ്റി വരുമല്ലോ, ആ വറ്റി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് തിരിച്ച് ഒന്നുകൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. പാല് ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം എല്ലാം അങ്ങ് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ആ എല്ലാ 3 ബ്രെഡും അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടോട് കൂടെ അങ്ങ് സെർവ് ചെയ്യാം. സ്പൂൺ വെച്ചിട്ട് പുഡിങ്ങൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുക കേട്ടോ. അത്രയും സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടവും. ബട്ടറിൻ്റെയും ആ ഒരു ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ, പഞ്ചസാരയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്